അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. PF ടെറിട്ടറിയുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കളിച്ചത്, ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് കളിച്ചിരുന്നു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ബ്ലോക്ക് ക്രേജ് ചെയ്യുന്ന അടിച്ചിട്ടാൽ മതി, കിട്ടും. അതാണ് ഞാൻ ഇതുവരെ കളിച്ചിരുന്നത്. പിന്നെ ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആണ്. ഒറിജിനൽ മൈൻക്രാഫ്റ്റിൽ പലതും കാണും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കളിച്ചാൻ പോണത് ക്രിയേറ്റീവ് വേൾഡാണ്. ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. നമ്മൾ നേരിട്ട് അല്ലാതെ പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല, കളി തുടങ്ങുകയാണ്. അത് നമ്മൾ ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇത് ഇപ്പോൾ കയറ്റാൻ വരട്ടെ, ഇന്നോ കയറ്റിച്ചു. പക്ഷെ ഇത് പറ്റുന്നില്ല, ഹാർഡിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്കോട്ടെ ക്രിയേറ്റീവിലാക്കാം നമുക്ക്. അതൊന്നുമില്ല, ഒരുവട്ടം എൻ്റെ പെരയിൽ കയറി വന്നിട്ട് സോംബിനൊക്കെ നോക്കണം. അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ കുറേ ഇപ്പോൾ ലോഡായി തുടങ്ങിയിട്ടുണ്ടോ. കളി വൈകാതെ തുടങ്ങും. വല്ലാണ്ട് ലേഗ് അടിച്ചു നല്ലോണം. FPS കുറവാട്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ അറ്റത്ത് നോക്കിയാൽ മതി. ഈ അറ്റത്തല്ല, ഫസ്റ്റ് ഭാഗത്ത് രണ്ടാമത്തെ കളിയിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ ഉണ്ടാവും. FPS 5.5 ഇപ്പോൾ സീൻ കേട്ടോ. FPS നെറ്റ് വളരെ കുറവാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. സർവൈവൽ കളിച്ചപ്പോൾ കയറി ഒന്ന് തോന്നി പറഞ്ഞോട്ടെ. ഇനിയപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ഈ വില്ലേജ് വിട്ട് പോകണമെന്ന് ചോദിച്ചാൽ പോകാൻ പറ്റില്ല. ഇത് മനസ്സിലൊന്നുമില്ല. ക്രിയേറ്റീവിലാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമുക്കിങ്ങനെ പറന്ന് നടക്കാം കേട്ടോ. ഒട്ടും പേടിയാണ്ട് പറന്ന് നടക്കാം. ഇതൊരു കുളം കേട്ടോ. പണ്ടെങ്ങനോ അപ്പുറത്ത് കൂടി ആരോ വന്നുണ്ടാക്കിയ കുളമാണ്. ആർക്കോ കളിച്ചാൽ അക്കൗണ്ട് കൊടുത്തപ്പോൾ ഉണ്ടാക്കിയൊരു വലിയൊരു ഡോമാണ് ഇത്രേ. ചിത്രാമിൻ്റെ മരം തോന്നിച്ച് കുളത്തിൻ്റെ മരത്തിന് തോന്നി കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ ഇവിടെ നടക്കാനെ പണി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഓപ്പൺ വരുന്നു. ഇവിടെ ഉണ്ട്, ഇതുണ്ട്. ഇതിൻ്റെ ആഴം കാണിച്ചു ആദ്യം ഒരു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഒരു സ്റ്റെപ്പ് അടക്കം കാണാനുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാക്കി അതിൽ ഉയർത്തിട്ടാക്കിയിട്ടുണ്ട് പോലെ അല്ലേ. ഇപ്പം നമുക്ക് ഇന്ന് പേരുണ്ടാക്കല്ലേ. നമുക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് ഇല്ല സാധനങ്ങളൊക്കെ കളിക്കുന്നത് കേട്ടോ. മൈൻക്രാഫ്റ്റ് സാധാ ഡ്യൂപ്ലിക്കേറ്റ് മൈൻക്രാഫ്റ്റ് ഞാൻ പറഞ്ഞേ ഇതേപോലെ കേട്ടോ. ഒറിജിനൽ രക്ഷയില്ല കേട്ടോ മക്കളെ. ഒറിജിനൽ ഇല്ലാത്ത സാധനങ്ങളില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറന്ന് നടക്കാം കേട്ടോ. നമുക്കിങ്ങനെ പറന്ന് നടക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രിയേറ്റീവിലല്ല സർവൈവലിൽ കളിക്കാം. ഇതൊക്കെ എന്താണുണ്ട്.
നമുക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കാം. വില്ലേജിൽ ഉണ്ടാക്കണം, പക്ഷെ ആ വില്ലേജ് തീരെ കോണല്ല, മെച്ചല്ല വില്ലേജ്. വില്ലേജ് തീരെ മെച്ചെന്ന് പറഞ്ഞ സാധനമില്ല, മെച്യൂരിറ്റി ഇല്ല, മെച്യൂരിറ്റി കേട്ടത് സാധനങ്ങളുടെ പൊന്ന്. നാശനഷ്ടങ്ങൾ വരുത്തിച്ചാലോ. അയ്യോ, ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് ആ ബ്രൈറ്റ്നെസ് കൂട്ടിത്തരാം കേട്ടോ. നമ്മളിനി കാട്ടാൻ പോകുന്നത് സ്ഫോടക വസ്തു വെക്കാൻ പോവാണ്. മണ്ണിൻ്റെ അടിയിൽ TNT അല്ല കേട്ടോ, TNT. അടിച്ചോളൂ. അയ്യോ, അപ്പം നമ്മൾ ഇനി തിരിച്ചെടുക്കാൻ പോവാണ്. തിരിച്ചവിടെ തിരിച്ചല്ല. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ വെക്കും, ഇങ്ങനെ അടിക്കുകയാണ്. നമ്മളിനി ഒരു ഒറ്റ മിനിറ്റ് അടിക്കുന്ന പോലെ നേരെ അടിക്കട്ടെ. നമുക്ക് സ്ഫോടകം ഉണ്ടാക്കി എന്താ ഉണ്ടാവാനാണ്. ഇതാണ് പൊളിച്ചാൽ നേരെ അടിയിലേക്ക്, ഇതും കൂടെ പൊളിച്ചാൽ നേരെ അടിയിലേക്ക്. നമുക്കൊന്ന് വെക്കല്ലേ. അപ്പം നമ്മൾ വെച്ച് ചെയ്തൊരു പോകുന്നു. നമ്മൾ കത്തിട്ടാണ് കാട്ടുംകൂട്ടാൻ മാറുന്നോ. നമ്മളിനി ഇവിടെ ഫുള്ള് സ്ഫോടക വസ്തു വെക്കാൻ പോകണം. സ്ഫോടകം പോലെ എടുക്കുന്ന സ്ഫോടകക്കാലം പൊട്ടിത്തെറിച്ചാലേ പോകുമേ. എത്രങ്ങാനും അയണ നോക്കിയത്, ഗോൾഡ്. മോനെ എന്തല്ലേ, ഒരു സ്ഫോടക വസ്തു വെച്ചപ്പോൾ അത്രയും സാധനങ്ങൾ ഇട്ടും കരുതി കേട്ടോ. എന്തൊക്കെ ഉണ്ടോ നോക്കിയൊക്കെ ഇവിടെ. പൊട്ടട്ടോ അയ കിട്ടണേ, അയന് വേണ്ടിയിട്ട് അതൊക്കെ പൊട്ടിക്കുന്നത് വരാം. എന്നാ സുഖമായില്ലേ, എത്ര പെട്ടെന്നാ കിട്ടുന്നത് നിങ്ങൾ സാധനങ്ങളൊക്കെ പെട്ടെന്നാ കിട്ടുന്നത്. അത് ആലോചിച്ചപ്പോൾ പൊട്ടിക്കോ മെച്യൂരിറ്റി എന്നാണ് സാധനമേ ഇല്ലതിന്. ഇതിനൊക്കെ വെക്കട്ടെ. അവിടെ 3 വെച്ചുക്കുന്നു. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇതുപോലെ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ഫ്രിഡ്ജ് കുഴപ്പമില്ല, അത്രയാണ്. മെച്യൂരിറ്റി സാധനം എന്ന് പറഞ്ഞില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചുഷ്ട. അപ്പം നമുക്കൊന്ന് പോയേക്കാം. ഇവിടെ ഉണ്ട് കുറച്ചായാണ്. കിടന്നോട്ടെ. വലിയ ഗെയിമായിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമാണ്. ഞാൻ പറയുന്നില്ല. ഇനി അടിക്കോയ എന്തുണ്ടാവാ. നോക്കിയേക്കാം. അടിക്കോയ എന്തുണ്ടാവുക. 18 MB
റെഡ് സ്റ്റോൺ എന്തോ കാണാണ്ട് ബെസ്റ്റ് പച്ചൂലോട്ട് പച്ചൂല ചിച്ചിങ്ങ കള്ളക്കളി റെഡ് സ്റ്റോണിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വെക്കുക നല്ല ഏറ്റവും അടിയിൽ തന്നെ വെക്കുക റെഡ് സ്റ്റോൺ വരെ വെക്കുക പൊട്ടട്ടെ അടിഭാഗമുണ്ടോ അടക്കില്ല റെഡ് സ്റ്റോൺ ടെസ്റ്റ് തുറക്കും കേട്ടോ സ്റ്റോൺ of course bro of course വെള്ള കളറായി വരുന്നുണ്ടോ അവിടുന്ന് ഇങ്ങനെ അവിടെ ഒരു ഓട്ടല്ല മാതിരി തോന്നില്ല നിങ്ങൾക്ക് നേരെ ചോടിക്കണോ അപ്പോൾ നമ്മളെന്നാമത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു ഇതിന് വേണ്ടി എടുത്ത് കേട്ടോ